സാലുക്ക സാലുക്ക നമ്മളിപ്പോ കോമഡിയാണ് കൂടുതൽ വഴങ്ങാന്ന് പറഞ്ഞല്ലോ. അപ്പൊ സീരിയസ് ആയ രംഗങ്ങളും സാർ ചെയ്തിട്ടുണ്ടല്ലോ. അതായത് മമ്മൂക്കയുടെ ആ ഭൂതക്കണ്ണാടിയിലൊക്കെ വളരെ സീരിയസ് ആയ രീതിയിലാണല്ലോ ആ മറ്റേ വെളിച്ചപ്പാടനൊക്കെ. അങ്ങനെ സീരിയസ് ആയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്കൊന്ന് കോമഡി ചെയ്താൽ കൊള്ളാം എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ അങ്ങനെയൊക്കെ ഉള്ള സംഭവം ഈ കോമഡി ആർട്ടിസ്റ്റുകൾ പൊതുവെ എന്താ വെച്ചാല് ഒരു ലേസം ഒരു നല്ലൊരു ക്യാരക്ടർ വരുമ്പോൾ നന്നായി ചെയ്യാനുള്ള കഴിവ് എനിക്ക് നല്ലുണ്ടായിരുന്നു. കോമഡി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പൊ ഇന്ദ്രൻസ് കോമഡി ചെയ്യുന്ന ആളാണ്. അതുമാതിരി അമ്പിളിച്ചോട്ടെ ജഗതി കോമഡി ചെയ്യുന്ന ആളാണ്. പുള്ളിയൊക്കെ സീരിയസ് ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ കോമഡി ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾക്ക് എന്ത് റോൾ ചെയ്യാൻ പറ്റും, എല്ലാം വേണം. തീർച്ചയായും അത് സീരിയസ് റോള് വരുമ്പോ അതിനനുസരിച്ചുള്ള ഒരു സെറ്റപ്പ് കൂടെ അത് പിന്നെ അതിൽ തന്നെ ആവുകയാണ്. അറിയാതെ അയൽക്കണ്ട് വരും. പിന്നെ ഒരു കോമഡി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സീരിയസ് റോൾ കിട്ടിയ ചെയ്യോ എന്ന് ചോദിക്കും. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും. അപ്പൊ അങ്ങനെ ചെയ്യാനും നമുക്ക് ബുദ്ധിമുട്ടില്ല, ചെയ്യും. ആ ക്യാരക്ടർ എന്താണ് സംഭവം എന്നെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ കണ്ടുപോയി. സാറേ, ഇപ്പൊ നമുക്ക് ഈ സീരിയസ് ആയ രംഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രയാസങ്ങൾ നേരിടാറുണ്ട് പലപ്പോഴും. പക്ഷെ എന്നാൽ കോമഡി ചെയ്യാനാണ് മറ്റേനേക്കാൾ കൂടുതൽ പ്രയാസം എന്ന് ചില ആളുകൾ. അല്ല, അത് അങ്ങനത്തെ ചില ആളുകൾ പറയുന്നതല്ല, അതാണ് അതിന്റെ സത്യം. കോമഡി ചെയ്യാനാണ് കുറച്ച് ബുദ്ധിമുട്ടില്ല. പിന്നെ അത് കോമഡി ചെയ്യാന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ ചെയ്തു വന്ന് അങ്ങനെ പോയി അങ്ങനെ കഴിഞ്ഞ പിന്നെ അദ്ദേഹത്തിനെ ഒരു കോമഡി നന്നായി ചിത്രീകരിക്കും. അതുകൊണ്ടാണ് പുണ്യം ആ കോമഡിയിലേക്ക് പോകുന്നത്. പിന്നെ അതങ്ങനെ കോമഡി ആയിട്ട് മാറുന്നതാണ്. അവരും കോമഡി ചെയ്യുന്ന ആളും സീരിയസ് ചെയ്യാൻ ഭയങ്കര കഴിവുള്ള ആൾക്കാരായിരിക്കും. താങ്കൾക്ക് ഇപ്പോ ഏത് രീതിയിലുള്ള റോളുകൾ കൈകാര്യം ചെയ്യാൻ താല്പര്യം? സീരിയസ് ആണോ അതോ കോമഡിയാണോ? എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഏത് ക്യാരക്ടർ നമുക്ക് കിട്ടണം, നമ്മളവിടെ പോയപ്പോൾ ഡയറക്ടർ പറഞ്ഞു ഇന്നതാണ് സാറിനെ വിളിക്കുക, അവിടെ പോയ അതിൽ തന്നെ ആവുകയാണ്. പ്രത്യേകിച്ച് കോമഡി കിട്ടണം അങ്ങനെ ഒരു സംഭവമില്ല. കോമഡി ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ആണെന്നുള്ള ആ ഒരു വിശ്വാസം ഉണ്ട് മനസ്സിൽ. അതുകൊണ്ട് അത് ചെയ്യാനുള്ള താല്പര്യം കൂടുതൽ കാണും. പിന്നെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കോമഡി വേണ്ട. ചില ഡയറക്ടേഴ്സ് പറയും കോമഡി വേണ്ട, അങ്ങനെ ചെയ്യും. അപ്പോ സാലു സാറേ, ഇത്രയും സമയം നമുക്ക് വേണ്ടി വിനിയോഗിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും നല്ല നല്ല റോളുകൾ കൈകാര്യം ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും വലിയ ഒരു നടനായി നമുക്ക് കാണണം. അപ്പോൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇനിയും നമുക്ക് കാണണം. വലിയ ആളുകളൊക്കെ ആയാൽ ഞങ്ങള് മറക്കരുത്. അങ്ങനല്ല, അല്ലെ വല്ലാതെ നമ്മളിപ്പോ വലിയ ആളെന്നെയാണ്. ഇപ്പൊ വലുതായി ഇപ്പൊ 400 പടം ചെയ്തു ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത്രയും നേരം നിങ്ങളായിട്ട് സംസാരിക്കാൻ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ സംഭവം. അപ്പൊ എല്ലാവർക്കും നന്ദിയുണ്ട്, നമസ്കാരം.